ലീഗിന് മൂന്നാം സീറ്റ് നൽകാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനം UDF പൂർത്തിയാക്കി. കോൺഗ്രസ് 16 സീറ്റിലും ലീഗ് 2 സീറ്റിലും മത്സരിക്കും. ഒപ്പം കേരള കോൺഗ്രസും RSPയും ഓരോ സീറ്റിലും മത്സരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. ലീഗിന് അടുത്ത രാജ്യസഭാ സീറ്റ് നൽകാനും തീരുമാനമായി. അതേസമയം TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നീതി കിട്ടും വരെ കോൺഗ്രസ് പോരാടുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ അറിയിച്ചു. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്തായാലും ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന ആവശ്യമായിരുന്നല്ലോ ഈ സീറ്റ് വിഭജനത്തിൽ UDFന് മുന്നിൽ കീറാമുട്ടിയായി നിന്നത്. ലീഗിന്റെ രാജ്യസഭാ സീറ്റ് എന്ന ഫോർമുല മുന്നോട്ട് വെച്ചു ലീഗ് തത്വത്തിൽ അംഗീകരിച്ചതോടെ ഇപ്പോൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയാണല്ലോ അറിയിച്ചത്. കോൺഗ്രസ് 16 സീറ്റിൽ ലീഗ് 2 സീറ്റിലൊപ്പം കേരള കോൺഗ്രസിനും RSPക്കും ഓരോ സീറ്റ് വീതവും എന്നുള്ളത്. ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്ത് സൂചനകളാണ് കിട്ടുന്നത്? ഒപ്പം തന്നെ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് അതുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ലക്ഷ്മി, നമ്മൾക്കറിയാം തെരഞ്ഞെടുപ്പിലേക്ക് UDFും അതിൻ്റെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. UDFിൻ്റെ ചെയർമാൻ കൂടിയായ വി.ഡി. സതീശനാണ് പറഞ്ഞത് UDFിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. അതായത് ആകെയുള്ള 20 ലോക്സഭാ സീറ്റിൽ 16 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. 2 സീറ്റ് തന്നെയാണ് മുസ്ലിം ലീഗിന് നൽകുക. ഒരു സീറ്റ് RSPക്കും, അത് കൊല്ലം സീറ്റാണ്. മറ്റൊരു സീറ്റ് കേരള കോൺഗ്രസ് ജെയ്ക്ക് നൽകും, കോട്ടയം സീറ്റ്. അങ്ങനെയാണ് സീറ്റ് വിഭജനം പൂർത്തിയാവുന്നത്. മുസ്ലിം ലീഗ് ഒരു സീറ്റ് കൂടി അധികം ചോദിച്ചത് കൊണ്ടാണ് ഇത്രയധികം സീറ്റ് വിഭജന ചർച്ചകൾ നീണ്ടുപോയത്. അങ്ങനെ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ ചില ധാരണകൾ വന്നിരിക്കുന്നു. അതായത് UDFന് ഇനി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിക്കൊണ്ടാണ് ഈ ഒരു ഫോർമുല രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് മുസ്ലിം ലീഗ് സമ്പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ 16 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റ് തന്നെ മുസ്ലിം ലീഗിന് നൽകുകയാണ്. മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റിന് അവകാശമുണ്ട്. പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ 2 സീറ്റ് തന്നെയാണ് അവർക്ക് കൊടുക്കുക. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാം എന്നുള്ള ഒരു ഫോർമുല എല്ലാ മുന്നണി നേതാക്കളും അംഗീകരിച്ചു എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. പിന്നീട് മാധ്യമങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിലുള്ള KPCC അധ്യക്ഷൻ K. സുധാകരൻ വീണ്ടും മത്സരിക്കുമോ എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ തന്നെ കണ്ണൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. വീണ്ടും മത്സരിക്കുമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അതൊക്കെ പാർട്ടി ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്, നമ്മൾ ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യമല്ല. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ സംബന്ധിച്ചും ദേശീയ നേതൃത്വമാണ് അക്കാര്യം തീരുമാനിക്കുക. പക്ഷേ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണം എന്നുള്ള കാര്യമാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം TP ചന്ദ്രശേഖരൻ വധക്കേസിലെ അതിൻ്റെ നീതി കിട്ടുന്നത് വരെ കോൺഗ്രസ് പോരാടുമെന്നുള്ള കാര്യമാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ ചില പരാമർശങ്ങൾ വന്നിരിക്കുന്നു. അത് വളരെ അനുകൂലമാണ്. നീതിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. കോടതിയുടെ പുതിയ കണ്ടെത്തലുകളെ അഭിനന്ദിക്കുന്നു. കാരണം CPM നേതാക്കൾ കുറ്റക്കാരാണ് എന്നുള്ള തരത്തിലാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് മാത്രമായില്ല, ഇനിയും നീതിയുടെ വഴികൾ ധാരാളം താണ്ടാനുണ്ട്. അതിൻ്റെ നീതി കിട്ടുന്നത് വരെ അതിൻ്റെ പോരാട്ടത്തിൽ കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ള കാര്യവും കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ്. സിറ്റിംഗ് MP-മാർ ആരെങ്കിലും മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അത് സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് തീരുമാനിക്കുക. ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സംയുക്തമായി നടത്താൻ പോകുന്ന ഇന്നും നാളെയുമായിട്ടൊക്കെ നടത്താൻ പോകുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടി 29-ാം തീയതി തന്നെ ദേശീയ നേതൃത്വത്തെ ഈ പട്ടിക സമർപ്പിച്ച് ദേശീയ നേതൃത്വം അധികം വൈകാതെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാൻ കഴിയും. വളരെ അനുകൂല സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യവും നേതാക്കൾ പറയുകയാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും വാർത്താ സമ്മേളനത്തിൽ അധികവും സംസാരിച്ചത് വി.ഡി. സതീശനാണ്. സുധാകരനോടുള്ള ചോദ്യങ്ങൾക്ക് പോലും വി.ഡി. സതീശനാണ് മറുപടി പറഞ്ഞത്. ലക്ഷ്മി, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നീതി കിട്ടും വരെ കോൺഗ്രസ് പോരാടുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ അറിയിച്ചു. ഒപ്പം തന്നെ വി.ഡി. സതീശനുണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. വാക്കുകളിലേക്ക്. UDFിന്റെ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം പൂർത്തിയായി. ഞങ്ങൾ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു, അവർ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ സീറ്റ് നിർബന്ധിക്കേണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു. അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം. സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ്
പ്രതിപക്ഷത്തിന് കിട്ടണം, അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ്. അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും. അതിനുശേഷം വരുന്ന പിന്നത്തെ സീറ്റ് അത് കോൺഗ്രസ് എടുക്കും.